അമ്മ യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഹായൊക്കെ ശിലമോള് തന്നിട്ടുണ്ട്. ഇന്ന് ശിലമോള് ഭയങ്കര ഹാപ്പിയാണ്. ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഞാൻ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കാറ്. ഇന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് നമ്മളെ റിജോ കേട്ടോ, മിക്ക വീഡിയോയിലും ഉണ്ടാവാറുണ്ട്. ഇന്ന് നേരത്തെ തന്നെ അവൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ പോകണമെന്നല്ലേ. ഹലോ ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ അമർത്താനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. എന്തായാലും സപ്പോർട്ട് തിരിച്ചും ഉണ്ടാവുക. അങ്ങനെ അച്ഛന് വയ്യായതിന് ശേഷം നമ്മൾ പെൻഷൻ വാങ്ങാൻ നമ്മളെല്ലാവരും ഫാമിലിയായിട്ടാണ് പോവല്ല. കല്യാണത്തിനൊക്കെ പോകുന്ന ആ ഒരു ലെവലിലാണ് നമ്മളൊക്കെ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛൻ പുറത്ത് താഴെയാണുള്ളത്. ഏട്ടനും അമ്മയും പൈസ വാങ്ങാനുള്ള ഒരു ഇത്രപ്പാടില്ലായിരുന്നു. പിന്നെ അച്ഛന് വയ്യാത്തത് കൊണ്ട് നമ്മൾ വീട്ടിലച്ഛനൊറ്റയ്ക്ക് ആക്കാറില്ല. പിന്നെ ഞാനും മോളും അച്ഛനും മാത്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളും കൂടെ വരാറുണ്ട്. അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒറ്റയ്ക്ക് വരാനുള്ള ആ ഒരു ഇതായിട്ടില്ല കേട്ടോ. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. വിവാഹത്തിന് മുൻപ് എൻ്റെ ഫാമിലി ആയിരുന്നു ഞാനെന്നൊരു കലാകാരിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അരുണേട്ടനും മോളും പിന്നെ ഫാമിലിയൊക്കെ ആട്ടോ സപ്പോർട്ട് ചെയ്തത്. ഞാൻ ഉച്ച സമയത്ത് ചോറും അരുണേട്ടനും ബാക്കിയുള്ളവരൊക്കെ ബിരിയാണി ആട്ടോ കഴിച്ചത്. അമ്മയും അച്ഛനും ഞാനും ചോറാണ് കഴിച്ചത്. എനിക്ക് ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് എന്തായാലും നിർബന്ധമാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഫ്രഷ് ആയതിന് ശേഷം മോൾക്ക് വേണ്ടി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ വന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ.